ഹായ് ഹലോ ഇറ്റ്സ് മീ യുവർ രഞ്ജിത. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഞാൻ നടന്നുകൊണ്ടാണ് വീഡിയോ എടുക്കുന്നത്. 2 ദിവസം മുന്നേ നമ്മുടെ Q&A ഇൻസ്റ്റയിൽ സ്റ്റോറി ആയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആൻസർ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതിൻ്റെ സാധനമൊക്കെ കയ്യിലുണ്ട്. അപ്പോൾ നമ്മളൊന്ന് വീഡിയോ പുറത്തുനിന്ന് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. നമ്മൾ സ്ഥിരം വീഡിയോ എടുക്കുന്ന പാടത്തുനിന്ന് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. കൊതുക് ഇപ്പം തന്നെ എൻ്റെ ഒപ്പം കൂടിയിട്ടുണ്ട്. സമ്മതിക്കുമെന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയ്ക്ക് കിടക്കാം. ഫസ്റ്റ് ടൈമാണ് ഞാനൊരു Q&A വീഡിയോ ചെയ്യുന്നത്. കുറേയായി ചെയ്യണം എന്ന് വിചാരിക്കുന്നു. പക്ഷേ ബാക്കിയുള്ളവരുടെ വീഡിയോസൊക്കെ കാണുമ്പോൾ പരാജയമായാലോ എന്ന് വിചാരിച്ച് ചെയ്യാണ്ടിരിക്കുന്നതാണ്. അപ്പോൾ മാക്സിമം നന്നാക്കാൻ ഞാൻ ശ്രമിക്കും. നന്നായിട്ടില്ലെങ്കിൽ, കുളമായിട്ടില്ലെങ്കിൽ ഉപദ്രവിക്കാതിരിക്കുക, പക്ഷെ സപ്പോർട്ട് ചെയ്യുക. അയ്യോ, അപ്പോൾ ഈ പാത്രത്തിനകത്ത് ചോദ്യങ്ങളായിട്ട് ഞാൻ ഇരിക്കണം നമ്മുടെ തോട്ടിൻ്റെ വരമ്പത്താണ് കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന്. അപ്പോൾ പുറത്ത് ചാടിയ രണ്ടാവന്മാരിൽ ഒരാളെ തന്നെ നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്താണ് എന്നുള്ളതാണ്. വേറെ പ്രത്യേകിച്ച് ഇഷ്ടമുള്ള കാര്യമൊന്നുമില്ല. അതായത് മെയിനായിട്ട് നമ്മളെ വീഡിയോ എടുക്കുക, അങ്ങനെ റീൽ എടുക്കുക, അതുപോലെ വീഡിയോസ് യൂട്യൂബിൽ വീഡിയോസ് അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സിൽ സീരീസുകൾ കാണുക. പിന്നെ ഇടയ്ക്കൊക്കെ വായിക്കും. അതിലപ്പുറം ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ. പിന്നെ ട്രാവൽ ചെയ്യാൻ ഇഷ്ടമാണ്. പക്ഷെ അത് എപ്പോഴെങ്കിലൊക്കെ ഞങ്ങൾ പുറത്തു പോകാറുള്ളൂ. പക്ഷെ അതും ഇഷ്ടമാണ്. അപ്പോൾ രണ്ടാമത്തെ ചോദ്യം എന്ന് പറഞ്ഞ കോമഡി ആയിരിക്കും കേട്ടോ. ജീവിത ലക്ഷ്യം എന്താണ് എന്നതാണ് ചോദിച്ചിട്ടുള്ളത്. എനിക്കങ്ങനെ പ്രത്യേകിച്ച് ജീവിത ലക്ഷ്യങ്ങളൊന്നുമില്ല. ഇങ്ങനെ പോകുന്ന വഴിക്ക് അങ്ങനെ എല്ലാ കാര്യങ്ങളും കൊണ്ട് പോകുന്നു. എത്തുമ്പോൾ ആ വഴിക്ക് എത്തുമ്പോൾ എത്തിയില്ലെങ്കിൽ എത്തില്ല. അങ്ങനെ ഒരു രീതിയാണ്. പിന്നെ യൂട്യൂബ് ക്ലിക്കാക്കണം എന്നുള്ളൊരാഗ്രഹമുണ്ട്. പക്ഷേ ഞാൻ ഭയങ്കര മടിച്ചിയാണ് വീഡിയോ എടുക്കാൻ. അപ്പോൾ അതുകൊണ്ട് എത്രത്തോളം അത് വർക്കൗട്ട് ആവും എന്ന് എനിക്കറിയില്ല. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യനും കഴിഞ്ഞു. ഞാൻ ലാഗില്ലാണ് നമ്മുടെ സംഭവം മുന്നോട്ട് പോകാനുള്ള ഒരു പരിശ്രമത്തിലാണ്. നമ്മൾ എല്ലാ വീഡിയോസിലും ഞാൻ ഭയങ്കര ലാഗാണെന്ന് എനിക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഈ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ സിനിമയിൽ അഭിനയിച്ചൂടെ എന്നതാണ് ചോദ്യം. സിനിമയിൽ അഭിനയിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ ആരെങ്കിലുമൊക്കെ വിളിക്കണ്ടേ. നിങ്ങളാരെങ്കിലുമൊക്കെ സിനിമ ചെയ്യുന്നുണ്ടെങ്കിൽ, ഡയറക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിക്കുക. പാവല്ലേ, ജീവിച്ച് പോയിക്കോട്ടെ, അവസരങ്ങളൊക്കെ തരുന്നേ, എന്നാലും നമ്മൾ റീച്ച് ആവുള്ളൂ. മൂന്നാമത്തെ ക്വസ്റ്റ്യനും പാറിപ്പോയിരിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മുടി എനിക്ക് ഭയങ്കര ബോറ്. അഴിച്ച് ഇടാനിട്ട് എന്തൊക്കെയോ ബുദ്ധിമുട്ടുണ്ടായി. ഇനി നിങ്ങളെ കാണിച്ചു തന്നില്ല എന്ന് വേണ്ട. ഞാൻ മുടിയൊക്കെ നല്ല ലെയറാക്കി കട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാനും കൂടിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ടെൽ മീ അബൌട്ട് യുവർ ഫാമിലി. എൻ്റെ ഫാമിലിയെ കുറിച്ച് പറയാനാണ്. അപ്പം എൻ്റെ വീട് കീഴ്ശ്ശേരിയാണ്. അച്ഛൻ, അമ്മ, ചേച്ചി, ഞങ്ങൾ 2 മക്കളാണുള്ളത്. ഇത്രയാണ് ഫാമിലിയെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഈ ക്വസ്റ്റ്യനും പോയി കഴിഞ്ഞു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. ഏത് സ്കൂളിലാണ് പഠിപ്പിക്കുന്നത്? എത്രയിലാണ് പഠിപ്പിക്കുന്നത്? ഞാനിവിടെ തൃപ്പഞ്ചി അൽ-ഇർഷാദ് എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിപ്പിക്കുന്നത്. മൂന്നാം ക്ലാസ്, 5, 6, 7 അതായത് LP UP ക്ലാസ്സുകളിലാണ് ഞാൻ പഠിപ്പിക്കുന്നത് കേട്ടോ. അവർ നമുക്ക് ലൊക്കേഷൻ ഒന്ന് മാറ്റി പിടിക്കാം അല്ലേ, ക്രിഞ്ചടിക്കാതിരിക്കാൻ. അപ്പോഴേ ഞാനിവിടെ പെറുക്കി കൂട്ടാൻ കുറച്ച് സാധനങ്ങളുണ്ട്. ഞാനിട്ട പേപ്പറുകളൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ തോട്ടിലേക്ക് ചാടിയോന്ന് അറിയില്ല. പേപ്പർ ഇട്ട് വൃത്തികേടാക്കരുതല്ലോ. റാബ് നിലത്ത് വീണു ഗൈസ്. ഫോളോ മീ. അപ്പോൾ ഗൈസ്, നമ്മൾ ഡാൻസ് കളിച്ച ലൊക്കേഷനാണ്. ഇപ്പോൾ പുല്ലാണോ അത് നെല്ലാണോ എന്ന് എനിക്കറിയില്ല. നെല്ല് വിതച്ചതായിട്ട് അറിവിലില്ല. നമ്മുടെ ലൊക്കേഷൻ നമ്മൾ മാറ്റി പിടിച്ചു. അപ്പം നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. വെയിറ്റ്. അയ്യോ, നിങ്ങളാണ് ഞാൻ വായിച്ച റാംകോ ആനന്ദിയിലെ രേഷ്മയായി ഞാൻ കാസ്റ്റ് ചെയ്തത്. ഞാൻ എവിടെ വരെയൊക്കെ എത്തിയില്ല ഗൈസ്. നമ്മുടെ റാംകോ ആനന്ദില്ലേ, വൈറലായിക്കൊണ്ടിരുന്ന നമ്മുടെ റാംകോ ആനന്ദിയും അതുപോലെ നിന്ന വിജയുടെ ഒരു ബുക്ക് ഉണ്ടായിരുന്നു, ഏറ്റവും പ്രിയപ്പെട്ട എന്നോട്. അതിൽ റാംകോ ആനന്ദിയിലെ രേഷ്മയായിട്ട് ആ ചേട്ടോ ചേച്ചി ആരോ കാസ്റ്റ് ചെയ്തത് എന്നെയാണ്. മതി. സന്തോഷായില്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
What is the secret of your smile? Brush, brush, 2 times a day. Brush, brush, brush to keep cavities away. നിറപ്പുലർന്നാൽ brush, brush, brush. രണ്ടാമത് ഉറങ്ങും മുമ്പ് brush, brush, brush. Brush with Colgate. അടുത്ത ചോദ്യം. ടീച്ചറെ, വീഡിയോസ് കുട്ടികൾ കാണാറില്ലേ? കമന്റ് കിട്ടാറുണ്ടോ? തീർച്ചയായിട്ടും കുട്ടികൾ കാണാറുണ്ട്. പ്രത്യേകിച്ച് LP ക്ലാസ്സുകളിലൊക്കെ പഠിപ്പിക്കുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കരമാണ്. അവർ വിളിക്കുക എന്താണെന്ന് വെച്ചാൽ രഞ്ജുട്ടി മിസ്സേ എന്നാണ് വിളിക്കുക. പിന്നെ പക്ഷെ ഞാൻ പ്രത്യേകിച്ച് മൈൻഡ് ചെയ്യാറില്ല. കാരണം നമ്മളെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല. അത് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അത് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ പിന്നെ വല്ലാതെ മൈൻഡ് ചെയ്യില്ല. പിന്നെ കുട്ടികൾ, ചെറിയ മക്കൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, ആണോ, കണ്ടോ, ഇഷ്ടമായോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്യാറുണ്ട്, ലൈക്ക് ചെയ്യാറുണ്ട്. ഞാൻ എൻ്റെ അമ്മച്ചീനോട് പറഞ്ഞു കേട്ടോ മിസ്സേ, ഞാൻ കമൻറ്റ് ഇട്ടിട്ടുണ്ട് മിസ്സേ, നോക്കണം കേട്ടോ മിസ്സേ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനും ടീച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. ടീച്ചിങ് പ്രൊഫഷൻ ഇഷ്ടപ്പെട്ടു എടുത്തതാണോ? ആക്ച്വലി ഞാൻ BEd ചെയ്തത് അത്ര ഇഷ്ടപ്പെട്ടിട്ടൊന്നും അല്ലായിരുന്നു. അങ്ങനെ ചെയ്യാൻ വേണ്ടി എല്ലാവരും കൂടെ ഫോഴ്സ് ചെയ്തപ്പോൾ ചെയ്തൊരു കോഴ്സാണ് BEd. പക്ഷെ അത് കഴിഞ്ഞ് നമ്മൾ വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് എന്താ പറയുക, ആ പ്രൊഫഷൻ എത്രത്തോളം, എവിടെ പോയാലും കുട്ടികൾ ആ മിസ്സേ അല്ലെങ്കിൽ ടീച്ചറെ എന്ന് വിളിച്ച് ഓടി വരുമ്പോൾ അത് വല്ലാത്തൊരു ഫീലാണ്. ഇപ്പം ഞാൻ ആ പ്രൊഫഷൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കോൾഗേറ്റ് ഓർ ക്ലോസപ്പ് അതോ പല്ല് തേക്കാറില്ലേ? എൻ്റെ പല്ല് കെട്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് ഗൈസ്? ഞാൻ പല്ല് നന്നായിട്ട് തേക്കാറുണ്ടെന്ന് നോക്കൂ. എൻ്റെ പല്ലിനോട് വിടവിടും കേട്ടോ. അപ്പം ഞാൻ തേക്കാറുണ്ട്. ഞാൻ കോൾഗേറ്റും അല്ല ക്ലോസപ്പും അല്ല, ഞാൻ ഉമിക്കരിയാണ് ഗൈസ്, ഉമിക്കരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം. വീഡിയോസ് ആൻഡ് ഫോട്ടോസ് എടുക്കുന്നത് ആരാണ്? ഞാനല്ല, ഏട്ടനാണ് എടുത്തു തരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം. ദൈവമേ, എന്തു വിധി ഇത്? മാത്സ് ആണ്. ഇതാരാണാവോ ചോദിച്ചത്? 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ മാത്സ് നിർത്തിയതാ. ഞാൻ ഈ ചോദ്യം സ്കിപ്പ് ചെയ്തിരിക്കുന്നു, കാരണം എനിക്ക് അറിയില്ല ഗൈസ്. All the dreams like tingle stars. The tingle stars like drawing chains. ഇരിഞ്ഞ പേപ്പറുകളുമായി അവശേഷിക്കുന്ന ചോദ്യങ്ങളുമായി നമുക്ക് നെക്സ്റ്റ് പ്ലേസിലേക്ക് മാറാം. അടുത്ത ലൊക്കേഷനിലെത്തിയിരിക്കുന്നു ഗൈസ്. തോടിനടുത്തുള്ള ചെറിയൊരു കൈത്തോട് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ സമയം കളയാതെ നമ്മുടെ അടുത്ത 2 ക്വസ്റ്റ്യനാണ് പാത്രത്തിൽ അവശേഷിക്കുന്നത്. പാത്രത്തിൽ അവശേഷിക്കാതെയുള്ള ചോദ്യങ്ങളുണ്ട്, നമുക്ക് ചെറുതായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ. എഡിറ്റിംഗ് ആപ്പ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. വേറെ ഒന്നുമല്ല, CapCut ആണ് എഡിറ്റിംഗ് ആപ്പ്. ആദ്യം CapCut അറിയില്ലെന്നല്ല, ആദ്യം അതിലൊന്നും അല്ലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മളെ VN-ലൊക്കെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ CapCut-ലായി. ഇപ്പോൾ ചെയ്യുന്ന എല്ലാ വീഡിയോസും ചെയ്യുന്നത് CapCut-ലാണ്. ഭയങ്കരമായിട്ട് സൂര്യൻ എൻ്റെ മുഖത്തേക്ക് വെളിച്ചം വിതർന്നു ഗൈസ്. അടുത്ത ചോദ്യം. വാട്ട് ഈസ് ദ സീക്രട്ട് ഓഫ് യുവർ എനർജി? എൻ്റെ എനർജിയുടെ സീക്രട്ട് എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്നെ കണ്ടിട്ട് നിങ്ങൾക്ക് എനർജി ഉള്ള മാതിരി തോന്നുന്നുണ്ടോ ഗൈസ്? എന്നോട് എല്ലാവരും ചോദിക്കുന്നു, തിന്നാറില്ലേ, കുടിക്കാറില്ലേ, എനർജി ഇല്ലല്ലോ എന്നൊക്കെയാണ്. പക്ഷേ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ ഭയങ്കര എനർജറ്റിക് ആണ് കേട്ടോ. അതെന്താ അറിയില്ല, എൻ്റെ ശരീരത്തിൽ നിന്ന് ഇങ്ങനെ വരുന്നൊരു സാധനമാണ്. അപ്പം നമ്മുടെ പേപ്പറിൽ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ചോദിച്ച ക്വസ്റ്റ്യൻസിന് എഴുതിയെടുത്ത ഉത്തരങ്ങളൊക്കെ ഞാൻ പറഞ്ഞു എന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ നിങ്ങൾക്ക് പ്രതീക്ഷമാരി ആയിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. പിന്നെ ചോദിച്ചിട്ടുള്ള കാര്യം ഏജ് എത്രയായി എന്നാണ്. ഒരു പെൺകുട്ടിയോട് ചോദിക്കാൻ പറ്റുന്ന ചോദ്യമാണോ ഗൈസ് അത്? പെൺകുട്ടികളോട് ഏജും ആൺകുട്ടികളോട് ജോലിയും ശമ്പളവും ചോദിക്കരുത് എന്നല്ലേ? അപ്പം ഞാൻ എന്ത് ചെയ്യുന്നില്ല, അതിനുള്ള ആൻസർ ഞാൻ പറയുന്നില്ല ഗൈസ്. അപ്പം പിന്നെ കുറേ ക്വസ്റ്റ്യൻസ് കുറേ ചേട്ടന്മാരാണെന്ന് തോന്നുന്നു ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ സ്റ്റോറിയിലും അല്ല DM ഒക്കെ ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ്, ഭയങ്കരമായിട്ട് ക്രഷ് അടിക്കുന്നു, അതുപോലെ കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ട്, അതുപോലെ എന്താ പറയുക, നമ്പർ തരുമോ,
എൻ്റെ ബെസ്റ്റി ആവാമോ അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഒരുമാതിരി ക്വസ്റ്റ്യൻസിനൊന്നും ഞാൻ ആൻസർ തരുന്നില്ല. നമ്മളെ ഇൻസെക്യൂർ ആക്കുന്ന ഒരു ക്വസ്റ്റ്യൻസിനും ഞാൻ ആൻസർ പേഴ്സണലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ എന്ത് ചെയ്യുന്നില്ല, ആൻസർ ചെയ്യുന്നില്ല. അല്ലാതെ എനിക്ക് ഫണ്ണി ആയിട്ട് തോന്നിയിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങളോട് പറയാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് മാത്രമാണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്, റിപ്ലൈ ആയിട്ട് വന്നിട്ടുള്ളത്. ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് ഇറ്റ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റ ബൈ ബൈ. അപ്പോൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. അപ്പോൾ ടാറ്റ ബൈ ബൈ.